നമുക്കൊരു വീടിൻ്റെ കഴിഞ്ഞു പോകാനുള്ളൊരു സാമ്പത്തിക ശേഷി ഉണ്ടല്ലോ, അതിൻ്റെ അതുപോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദിവസവേതനക്കാർക്ക് നൽകുന്ന മിനിമം കൂലിയെങ്കിലും നൽകണം. 6 മാസത്തേക്ക് കരാർ പുതുക്കുന്നത് മാറ്റി 11 മാസക്കാല കരാർ പുതുക്കുവാൻ അവസരം നൽകണം. മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ എറണാകുളം റവന്യൂ ടവറിലെ കരാർ ജീവനക്കാർ നൽകിയ നിവേദനത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. പക്ഷേ തൊഴിൽ തന്നെ നിഷേധിക്കുന്ന നിലപാടാണ് ഭവന ബോർഡ് കൈക്കൊണ്ടത്. ഇതോടെ പ്രതിസന്ധിയിലായത് 12 തൊഴിലാളികൾ. ഞങ്ങളുടെ വകുപ്പ് മന്ത്രിക്കാണ് ഞങ്ങൾ ഈ അപേക്ഷ നൽകുന്നത്. ഞങ്ങൾ വേറെ മുഖ്യമന്ത്രിക്ക് പോലും അല്ല നൽകിയത്. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പ്രകോപിതരാക്കി. ആ ഉദ്യോഗസ്ഥന്മാർ നിലവിൽ 13 പേര് ഇവിടെ ആവശ്യമില്ല എന്നും ഇവർക്ക് കാര്യമായ ജോലിയൊന്നും ഇല്ല എന്നും 10 പേരോളം മതിയെന്നും പറഞ്ഞ് അവർ പിന്നീട് ഈ 10 പേർക്കാണ് ഇപ്പോൾ നിലവിൽ അവർ ഇൻ്റർവ്യൂ വിളിച്ചിട്ടുള്ളത്. 300 രൂപയുള്ളൂ ഞങ്ങൾക്ക്. അതിൽ നിന്ന് ഒരു 100 രൂപ 400 രൂപയെങ്കിലും ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആയല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഇവർ കരാർ ജീവനക്കാരല്ലെന്നും ദിവസവേതന തൊഴിലാളികൾ മാത്രമെന്നുമാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് സംസാരിച്ചപ്പോഴുള്ള മറുപടി. ആയതിനാൽ 12 കൊല്ലമായി ജോലി ചെയ്യുന്നവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലത്രേ. കൂലി വർധനവ് ചോദിച്ചതിലെ പ്രതികാരമാണ് പൊടുന്നനെ ദിവസവേതനക്കാരാക്കിയതിനു പിന്നിലെന്ന് തൊഴിലാളികൾ. 22-ാം തീയതി വരെ ഞങ്ങൾക്ക് നിലവിൽ കരാറുള്ളതാണ്. പിന്നെ ഇപ്പോൾ ദിവസവേതനം എന്ന് പറയുന്നത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ്. പിന്നെ 22-ാം തീയതി കരാർ പുതുക്കാത്തത് കൊണ്ടാണ് ഇവരിപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത്. അന്നേരമാണ് അത് പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ്. ESIO, PFO തുടങ്ങി യാതൊരു തൊഴിലാനുകൂല്യവുമില്ല, നീക്കിയിരിപ്പുമില്ല. മാസം മുഴുക്കെ ജോലി ചെയ്താൽ കിട്ടുക 9,000 രൂപ. വർധനവായി ആവശ്യപ്പെട്ടത് 100 രൂപ മാത്രം. ജീവിതമല്ലേ സാർ, സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത്. ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.